ആദ്യ ചിത്രപ്രദർശനം മഹാവിജയമായതിൻ്റെ സന്തോഷത്തിലാണ് അലീന AP എന്ന 10ാം ക്ലാസ്സുകാരി. കൺമുന്നിൽ മിന്നിമറഞ്ഞ ദൃശ്യങ്ങൾ ക്യാൻവാസിലേക്ക് ചായം ചാർത്തിയപ്പോൾ കാഴ്ചക്കാർക്കും അത് പുതിയ അനുഭവമായി. തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന ചിത്രപ്രദർശനം ഇന്നലെ സമാപിച്ചു. ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന കല, അത് ദൈവം ഇത് തന്നെ ഇതിൽ കൂടുതൽ കഴിവ് മോൾക്ക് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. 3 വയസ്സ് മുതലാണ് അലീന എന്ന കൊച്ചുമിടുക്കി വർണ്ണച്ചായങ്ങളുമായി ചങ്ങാത്തത്തിലായത്. കൺമുന്നിൽ വന്നുപോയതെല്ലാം വർണ്ണത്തുള്ളികളാൽ അലീന ജീവൻ പകർന്നു. നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. ഓരോ പോർട്രേറ്റ്സ്, സീനറീസ് ആണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊറോണ കാലത്തെ അടച്ചുപൂട്ടലുകൾ അലീനയിലെ ചിത്രകാരിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. 100 കണക്കിന് ചിത്രങ്ങളാണ് ഇക്കാലയളവിൽ അലീനയുടെ വിരൽത്തുമ്പിലൂടെ പുനർജനിച്ചത്. ലോക്ക്ഡൌൺ കാലത്താണ് കൂടുതലും ചിത്രകലയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. പല മീഡിയത്തിലുള്ളതുണ്ട്, ക്രയോൺസ് മുതൽ ഓയിൽ പെയിന്റിങ് വരെ ഉള്ളതുണ്ട്. പിന്നെ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും എല്ലാം ഉണ്ട്. പണ്ട് മുതലേ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ 10th ഒരു സ്കൂൾ ലൈഫിന്റെ അവസാനമല്ലേ, അപ്പോൾ എന്തായാലും ഇപ്പോൾ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചു. മാതാപിതാക്കളുടെ അക്കമഴിഞ്ഞ പിന്തുണ അലീനയുടെ ചിത്രരചനയെ ഒന്നുകൂടി മികവുറ്റതാക്കുന്നുണ്ട്. ആദ്യം കളർ ചെയ്യുന്നവര് ബാലരമയിലും കളിക്കുടുക്കയിലൊക്കെ നന്നായിട്ട് കളർ ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിത് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അതെല്ലാം വാങ്ങിയിട്ട് കൊടുക്കുക, അതെല്ലാം ചെയ്യും. പിന്നെ വരയിലേക്ക് വന്നു. പിന്നെ ഒരു സാറിൻ്റെ ഇതിൽ ആദ്യം കുറച്ചു കാലം പരിശീലിച്ചു. ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങളും അലീനയെ തേടിയെത്തിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ ശിശുദിന സ്റ്റാമ്പിനായി തിരഞ്ഞെടുത്തതും ഈ കൊച്ചിമിടുക്കിയുടെ ചിത്രങ്ങളാണ്. ചിത്രരചനയോടൊപ്പം സിവിൽ സർവീസ് മോഹവും കൊണ്ടു നടക്കുന്ന അലീന തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ജനം, തിരുവനന്തപുരം.